അതല്ല എന്താ ഈ ബഹളം രാവിലെ തന്നെ? ഈ അമ്മ ഇതൊന്നും അറിഞ്ഞില്ലേ? ഫിലിം ക്രിറ്റിക്സ് അവാർഡിനുള്ള ഡാൻസ് റിഹേഴ്സലാ. ഓ ഇനിയിപ്പോ ഇതിന്റെ കൂടെ കുറവേ ഉള്ളു. നിന്റെ കിടനെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഒന്ന് പോയാ മതിയായിരുന്നു. എടി ലച്ചു, കേശു ബാഗ് എടുക്ക്. എവിടെ പോടാ? ഞങ്ങൾക്ക് പോവാനല്ല, അമ്മയ്ക്ക് പോവാനാ. ഈ അമ്മല്ലേ പോകുന്നു പറഞ്ഞ? ആ എനിക്ക് ഇതന്നെ വേണം. നിന്നെയൊക്കെ 10 മാസം ചുമന്ന് പെറ്റേന്റെ സമ്മാനമാണ് ഇതൊക്കെ. അതെ, എല്ലാ അമ്മമാരും 10 മാസം ചുമന്നതിനെ പ്രസവിക്കുന്നേ, അല്ലാതെ 5 മാസം ചുമന്ന് 5 മാസം സർവേക്കാലിൽ കൊണ്ടുവച്ച ചരിത്രമൊന്നും ഇവിടെയില്ല. ആ ഇതാണ് പറയണത്, മക്കളെ കണ്ടും മാമ്പൂ കണ്ടും കൊതിക്കരുതെന്ന്. മക്കളെ കണ്ടും മാമ്പൂവും കണ്ടൊന്നും അല്ല, ഇപ്പത്തെ അച്ഛനെയും അമ്മയും കണ്ടു പഠിക്കില്ലെന്നാ. അച്ഛൻ മിണ്ടി പോവരുത് ആ പേര് ഇവിടെ. പിന്നെ അച്ഛനെ കയറി അളിയാന്ന് വിളിക്കാൻ പറ്റുമോ? ഈ അമ്മക്ക് ഇത് എന്ത് പറ്റി? എന്റെ ഈശ്വരാ, ചെറുപ്പത്തിൽ അച്ഛനമ്മയും പറഞ്ഞതൊന്ന് കേട്ടാ മതിയായിരുന്നു. അല്ല അമ്മേ, അമ്മയുടെ അച്ഛനമ്മയും ചെറുപ്പത്തിൽ എന്താ പറഞ്ഞ? അതിനല്ലേ ഞാനിപ്പൊ പറഞ്ഞത്. അവര് പറഞ്ഞത് ഞാൻ കേട്ടില്ലെന്ന്. അമ്മയുടെ അടുത്തായതുകൊണ്ട് പറയാം, ഒരു ഭാര്യ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്. മൊട്ടേന്ന് വിരിയാത്ത നീയാണ് അതെന്നെ പഠിപ്പിക്കാൻ പോണേ. എന്താണ് ഭാര്യ? എന്തോന്ന്? എന്താണ് ഭാര്യ? അമ്മേ, കൂട്ടുകാരുമായിട്ട് സന്തോഷമായിട്ട് നിൽക്കുന്ന സമയം വീട്ടുകാര് വെക്കുന്ന CCTV ക്യാമറയാണ് ഭാര്യ. അപ്പൂപ്പനല്ലേ വരുന്നത്, അല്ലാണ്ട് സെക്രട്ടേറിയറ്റിലെ ജാഥയൊന്നും അല്ലല്ലോ. എന്റെ പൊന്നുമക്കളെ, ഞാൻ അപ്പൂപ്പനാണ്, അല്ലാതെ കുഞ്ചാക്കാ ബോബനല്ല മാന്തി പൊളിച്ചെടുക്കാൻ. അച്ഛാ, ഈ പിള്ളേര് ശരിയല്ലട്ടാ. അത് കുഴപ്പമില്ല മോളെ, നീ ചെറുതായിരുന്നപ്പോഴും നാട്ടുകാർ ഇത് തന്നെ പറഞ്ഞത്. ആ ഇനി അച്ഛൻ പിള്ളേരുടെ ഒപ്പം അങ്ങ് കൂടിക്കോ. എടി നീലു, എനിക്കറിയാവിടി, ഇതല്ലേ ന്യൂ ജനറേറ്റർ. എന്റെ പൊന്നപ്പൂപ്പ, ഇത് ന്യൂ ജനറേറ്റർ അല്ല, ന്യൂ ജനറേഷൻ. എന്റെ ഫ്രണ്ട് ഈ പല്ലില്ല, ഇതേ വരൂ. പണ്ട് ഒറ്റയ്ക്ക് സംസാരിക്കുന്നവർക്കും ഒറ്റയ്ക്ക് ചിരിക്കുന്നവർക്കും കോപ്രായം കാണിക്കുന്നവർക്കും പറയുന്ന പേരാണ് വട്ട്. ഇപ്പൊ അതിന്റെ പേര് സെൽഫി. അപ്പൂപ്പൻ കൈയും വിഷയാണ് വന്നത്. തൽക്കാലം കയ്യും വീശി വന്നോട്ടെ, ഒരു 90-95 വയസ്സാകുമ്പോ കയ്യും കാലും കെട്ടി മൂക്കി പഞ്ഞി വെച്ച് അങ്ങ് എടുത്തോളൂ. ഞാൻ വന്ന സമയം മുതൽ നിങ്ങൾ ചുറ്റും കൂടി ആക്രമണം തുടങ്ങിയതാണ്. വയസ്സായതുകൊണ്ടായിരിക്കും അല്ലേടേ? എന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റുമോ നിങ്ങൾക്ക്? ഒരു ചോദ്യം മതി ജീവിതം മാറി മറിയാൻ. ചോദ്യം നമ്പർ 1. 2016 ഇന്ത്യക്കാർ ഏറ്റവും കൂടുതൽ സന്ദർശിച്ച സ്ഥലം? ATM തന്നെ എല്ലാരും ഏറ്റവും കൂടുതൽ ക്യൂ നിന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 2016 ഏറ്റവും കൂടുതൽ പേടിപ്പെടുത്തിയ വാചകം? മേരെ ദേശവാസിയോ. മതി. 2016 ഏറ്റവും വലിയ കണ്ടുപിടുത്തം? ചിപ്പ് വെച്ച് 2000-ന്റെ നോട്ട്. ഏറ്റവും സന്തോഷിച്ച നിമിഷം? 2000-ന് ചില്ലറ കിട്ടിയപ്പോ. ചില്ലറയുടെ കാര്യം പറഞ്ഞപ്പ ബാലു എവിടെ? രാവിലെ ലച്ചു പോയി വാങ്ങിച്ചോണ്ടെന്ന് വെച്ചാ. എന്ത് പാല്? പാലല്ലടി, ബാലു. ഓ അത് ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും. ഇല്ലമ്മേ, രാവിലെ മുതൽ അച്ഛനെ കാണാനില്ല, ഞങ്ങൾ തിരക്കി. അമ്മേ 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 കണ്ണീർ തീയൻ തുള്ളും നെഞ്ചിൽ തീയായി നോവായാടി തളര് ഉയരുമെരി കനലിലുരുകിയൊരു മധുര രുധിരമാണ് അടവി ഞെട്ടിയുണരുന്ന ഗർജനവും അമരപാദമണിയുന്ന പന്തറയും ഉടലിട്ടുണരും ആസ്തിമാലകളും ഇളകിടുന്ന ചിടപടലവും കൊടിയും ഇടയും അഗ്ര നടനമാടുകയല്ലേ. എന്താണ് കേശു ഇത്? അല്ലമ്മേ, പറയാമത കാര്യം വിട്ടുപോയി, പാട്ടായി പോയി. കാര്യം പറയടാ. ദേണ്ടമ്മേ, അച്ഛൻ എഴുതി വെച്ചൊരു കത്ത്. കത്താ? ഇങ്ങോട്ടൊന്ന് ഞാനൊന്ന് വായിക്കട്ടെ. പ്രിയപ്പെട്ട എൻ്റെ നീലു, അറിയാനേ, നിന്റെ ഭർത്താവ് ബാലു എഴുതിയ കത്താണ് നീ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ രാത്രി ഉറങ്ങി കിടന്നപ്പോഴാണ് ആ ഫോൺ വിളി വന്നത്. ഞാൻ പോവേണേ. അയ്യോ ബാലു! അയ്യോ, എന്റെ പൊന്നൊന്ന് നിർത്ത്. എന്റെ ബോധം കേട്ട അമ്മേ, ഇത് മൊത്തം വായിച്ചത് ബോധം കേട്ടാ പോരായിരുന്നോ? ഞാൻ പെരുമ്പാവൂര് പോവേണേ. സീമാസ് ഫിലിം ക്രിറ്റിക്സ് അവാർഡിന്റെ ജൂറി ആയിട്ടാണ് എന്നെ തിരഞ്ഞെടുത്തേക്കണത്. ഇന്ന് വൈകുന്നേരം നടക്കുന്ന പ്രസ് മീറ്റിംഗിൽ ഞാനാണ് അവാർഡ് നിശ്ചയിക്കുന്നത്. അവാർഡ് ദാന ചടങ്ങ് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. ഓക്കെ? എന്ന് നിന്റെ സ്വന്തം ബാലു. ഫിലിം ക്രിറ്റിക്സ് അവാർഡാ? ബാലു ജൂറിയാ? ഈ തിരുവനന്തപുരം ഭാഷയെ വെച്ചിട്ട് എന്തുണ്ടാക്കാൻ അങ്ങോട്ട് പോയിരിക്കുന്നു? ഞാൻ പ്രസവിക്കാൻ കിടന്നപ്പോ എന്റെ പ്രസവ വാർഡ് തിരക്കുന്നത് അറിയാം, അല്ലാത്ത ഒരു വാർഡും അങ്ങേര് ഇതുവരെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അല്ല, എനിക്കറിയാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ ഫിലിം ബ്രിട്ടീഷ് അവാർഡിന് ആർക്കൊക്കെ അവാർഡ് കിട്ടും? എന്റെ പൊന്നപ്പൂപ്പ, ബ്രിട്ടീഷ് അല്ല, ക്രിറ്റിക്സ്. അതിന് തന്നെ ആർക്കൊക്കെ അവാർഡ് കിട്ടും? എനിക്കറിയോ. ഹലോ ഹലോ, എന്റെ കൂട്ടുകാരൻ വിളിച്ചിട്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. നീ നിന്റെ തലയിലുള്ള വൈക്കോൽ കൂന ആദ്യം മാറ്റിവേ, എന്നിട്ട് ഫോൺ എടുത്ത് സംസാരിക്കും. ഓക്കെ അപ്പൂപ്പ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ട് അപ്പൂപ്പ, കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തെന്ന്? ടിവിയിലെ സിനിമാ താരങ്ങൾ അച്ഛനെ പറ്റി പൊക്കി പറയണെന്നാ? അമ്മ TV അമ്മ TV ഓണാക്കാൻ. നമസ്കാരം, ഞാൻ പാർവതി. നിങ്ങൾ സ്വന്തം കാഞ്ചനമാല. നീക്കിനെ സ്നേഹിക്കുന്ന 1000 ഇരട്ടി ഞാൻ ബാലനെ സ്നേഹിക്കുന്നുണ്ട്. അതിനേക്കാൾ ഒരു 10000 ഇരട്ടി ബാലറ്റ് എന്നെ സ്നേഹിക്കുന്നുണ്ട്.
ഈ ക്രിട്ടിക്സ് ബാലുവേട്ടിന് ജൂറിയെ തെരഞ്ഞെടുക്കാൻ സന്തോഷമുണ്ട്. നീ ബാലുവേട്ടിന് എല്ലാവിധ ആശംസകളും. പറ ബാലുവേട്ടാ, എനിക്കൊരു അവാർഡ് കിട്ടോ? നമസ്കാരം, ഞാൻ പൃഥ്വിരാജ്. ഫിലിം ക്രിട്ടിക്സ് അവാർഡിൽ ജൂറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ബാലുവിന് എൻ്റെ എല്ലാവിധ ആശംസകളും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ബാലു എന്ന് പറഞ്ഞാൽ എനിക്ക് കുട്ടിക്കാലം തൊട്ടേ വളരെ അടുത്തറിയാവുന്ന എൻ്റെ ബാല്യകാല സുഹൃത്താണ്. ഞങ്ങൾ ഒരുമിച്ചാണ് മണ്ണപ്പം ചുട്ട് കളിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അദ്ദേഹം ഈ ജൂറിയായിട്ട് ഇതിൻ്റെ പ്രോഗ്രാമിൽ വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ 1 मिनट से कम में 2 करोड़ का प्लान बता दूंगी और फैमिली का पूरा फ्यूचर भी सिक्योर करवा दूंगी. അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്നെ വളരെ അടുത്തറിയാവുന്ന ആളായതുകൊണ്ട് തന്നെ എനിക്ക് ഈ അവാർഡ് കിട്ടും എന്ന് തന്നെയാണ് എൻ്റെ പ്രതീക്ഷ. मेरे देशवासियों नमस्कार. ബാലു ബഹുത്ത് സുഹൃത്ത് ഹേ. തിരുവനന്തപുരം മരുതൻകുഴി താമസിക്കുന്ന ബാലു കേരള का बहुत സുഹൃത്ത് ഹേ. फिल्म क्रिटिक्स अवार्ड जूरी हो बहुत ആശംസ करता है. പിന്നെ ഒരു കാര്യം, मेरे देशवासियों ബാലുവിന് മാത്രം ATM വഴി 10,000 രൂപ വലിക്കാം. ജീവിതത്തിൽ ഇതുവരെ ഒരാള് പോലും ബാലുവിന് ഒരു വിലയും കൽപ്പിച്ചിട്ടില്ല. എന്താ ഇങ്ങനെ നടന്ന് കരയണേ? ബാലുവിനെ ഞാൻ ഇതുവരെ തിരിച്ചറിഞ്ഞില്ലേ. അയ്യോ, അപ്പൊ ഇത്ര നാളും ബാലു എന്ന് പറഞ്ഞ നീ കൊണ്ടു നടന്നേരെ പറയടി. ഈ അപ്പൂപ്പന്റെ ഒരു കാര്യം എന്റെ അപ്പൂപ്പ ഇതാ പറയണേ. സമ്പത്ത് കാലത്ത് റബ്ബർ തൈ നട്ട ആപത്ത് കാലത്ത് വലിച്ചോണ്ടിരിക്കാം. ഈ റബ്ബറിന്റെ ഒക്കെ വലിക്കണ്ടേ നമുക്ക്? ദേ അച്ഛൻ, അച്ഛൻ, ഇല്ലേ നോക്കാൻ പോണു. മിണ്ടാതിരിക്കാൻ. അയ്യോ, ദേ ബാലുവിന്റെ ക്രിട്ടിക്സ് അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നു. ദേ ബാലുവിനെ വിളിക്കണു. ഹലോ ഹലോ, ആ ബാലു. നീലു, ഞാൻ ഒരു കാര്യം പറയട്ടാ. കാര്യം ചോദിക്കട്ടാന്ന്. ഈ അവാർഡ് എന്ന് വെച്ചാൽ എന്തിനാണ്? ദേ നശിപ്പിച്ച് ഇതൊന്നും അറിയണോ നിങ്ങൾ അങ്ങോട്ട് പോയത്? അതെ, ഞാൻ എന്തെങ്കിലും പറയാൻ നോക്കി ഇവിടെ വായും തുറന്ന് കുറെ ഇരിപ്പുണ്ട്. ഞാൻ ഇവിടെ ആർക്ക് അവാർഡ് കൊടുക്കായി? നിങ്ങൾ കൂടുതൽ ഒന്നും നോക്കണ്ട. ഏറ്റവും കൂടുതൽ വാ വിളിച്ച് നിൽക്കുന്ന ആരാണോ അയാൾക്ക് അവാർഡ് കൊടുത്തേക്ക്. ഞാൻ പോണേ, പ്രാർത്ഥിക്കുന്നു കേട്ടാ. ഓക്കെ. മമ്മൂട്ടിക്കായിരിക്കും അവാർഡ് ഉറപ്പാ. ദുൽഖറിനായിരിക്കും അവാർഡ്. രണ്ടുപേരിൽ ആർക്ക് കിട്ടിയാലും ഒരു വീട്ടിലേക്കല്ലേ പോണേ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവാർഡുകൾ പ്രഖ്യാപിക്കുന്നത് ലഫ്റ്റനന്റ് കേണൽ കാഞ്ഞിരമ്പാറ ബാലു. ആദ്യ അവാർഡ് പുലിമുരുകൻ. ഇവിടെ ലാലേട്ടനൊപ്പം വേറെ ആർക്കും അവാർഡ് കിട്ടില്ല. ലാലേട്ടനെ പുലിമുരുകനാ, പുലിമുരുകൻ. ലോക സിനിമയിലെ മികച്ച തള്ളിനുള്ള അവാർഡാണ് ഈ ചിത്രത്തിൽ നിന്നും തിരഞ്ഞെടുത്തിരിക്കുന്നത്. 2016 മികച്ച തള്ള്. എന്തൊരു തള്ളായിരുന്നു. മികച്ച തള്ള്. പുലിമുരുകനെ അബ്രപാളിയിലെത്തിക്കാൻ മലയാള വാക്കുകൾ കൊണ്ട് തള്ളോട് തള്ളു നടത്തി 100 കോടി കളക്ഷൻ നേടിക്കൊടുത്ത അത്യപൂർവ പ്രതിഭ, പുലിമടയിലെ കറുത്തമല മൂപ്പൻ. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, നെക്സ്റ്റ് കാറ്റഗറി മികച്ച അച്ഛൻ. 2016 മികച്ച അച്ഛൻ ഡാഡി ഗിരിജ. മികച്ച അച്ഛൻ ഡാഡി ഗിരിജ. ഡാഡി അഥവാ അച്ഛൻ മലയാള സിനിമയിൽ ഗിരിജ എന്ന പേരുകൊണ്ട് കിടുകിട വിറപ്പിച്ച താരം, ഒരു പുതപ്പിനടിയിൽ ജീവിച്ച ഡാഡി ഗിരിജ. മികച്ച ഗാനം മുരുക മുരുക പുലി മുരുക. ഉടുരാജമുഖി മൃഗരാജകടി ഗജരാജ വിരാജിത മന്ദഗതി. ഈ ഭക്തിയിൽ നിന്നാണല്ലോ എല്ലാം ഉണ്ടാകുന്നത്. സ്പെഷ്യൽ ജൂറി അവാർഡ് മലയാള സിനിമയിലെ സെക്സി മാൻ ദുൽഖർ. ചപ്രത്തലേ നിവമ്പോളി. പിന്നെ പൃഥ്വിരാജ്. പോരെയോടുന്ന് ഉണ്ണിമൂന്തൻ. നോ നോ നെവർ. മലയാള സിനിമയിൽ ചുണ്ടുകൊണ്ട് വികാരങ്ങൾ കാണിക്കുന്ന കലിംഗ ശശി. അല്ല, ഈ ശശി കലിംഗക്ക് എങ്ങനെ സെക്സിമാന്റെ അവാർഡ് കിട്ടണേ?
കേരളത്തിലെ ക്യാമ്പസുകളിലെ ആരാധ്യ പുരുഷൻ, ഇന്ത്യൻ സിനിമയിലെ 100 സെക്സി നടന്മാരിൽ ഓൺലൈൻ വോട്ടെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത താരം. നമുക്ക് തോന്നുന്നു നമ്മളെ കൊഞ്ഞനും കുത്തി കാണിക്കുകയാണെന്ന്. അല്ല, ചുണ്ടുകൊണ്ട് അമ്മാനമാടി സ്ത്രീ പ്രേക്ഷകരുടെ ഉറക്കം കെടുത്തിയ താരം. മുഖം കൊണ്ടും ചുണ്ടുകൊണ്ടും വികാര പ്രകടനങ്ങൾ അനായാസൻ അവതരിപ്പിച്ച് അഭിനയിക്കുന്ന അൾട്ടിമേറ്റ് ചുണ്ടു മേക്കർ കലിംഗ ശശി. ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, അവാർഡ് പ്രഖ്യാപനം കഴിഞ്ഞു. ബാക്കിയുള്ള അവാർഡ് ദാന ചടങ്ങുകൾ അവിടെ വെച്ച് കാണാം. ഓക്കെ, ലവ് യു ഓൾ. താങ്ക് യു. ഇങ്ങനെ നാണമില്ലേ? നീ അവാർഡ് പ്രഖ്യാപിക്കാൻ വേണ്ടി മുണ്ടെടുത്തിട്ട് കോട്ട് ഇട്ടിട്ട് പോയിരിക്കണു. അങ്ങനെ ഇവിടെ മോഹൻലാലിനും മമ്മൂട്ടിക്ക് മാത്രം അവാർഡ് കൊടുത്താ പോരാ. പിന്നെ ആർക്ക് കൊടുക്കാനാ? സണ്ണി ലിയോൺ അവ കൂടെ കൊടുക്കണം. അച്ഛാ, അമ്മ സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല. അവാർഡ് നൈറ്റിൽ ഞങ്ങളുടെ പാട്ടും ഉണ്ട്, ഡാൻസും ഉണ്ട്. നിന്റെയൊക്കെ പാട്ടാ? എന്തേ? ഞാനും എന്താളും ആ 40 പേരും മുംബൈ കുച്ചാണ്ട് പ്രാണം കത്തടുമാ. ഞാനും എന്താളും ആ 40 പേരും മുംബൈ കുച്ചാണ്ട് പ്രാണം കത്തടുമാ. ഇതെന്തോ നടന്നത്? ഏത് പാട്ട്? പൂമരം പാടുന്ന മറ്റേ പാട്ട് കയറുന്നു. ഞാൻ എന്ത് ചെയ്യാണ്? Come on boys and girls, നമുക്ക് അവാർഡ് നൈറ്റ് കാണാൻ പോവാം. എന്റെ മക്കളെ, ഈ അവാർഡിലൊന്നും ഒരു കാര്യമില്ല. അവാർഡിനേക്കാൾ വലുതാണ് മലയാള സിനിമാ പ്രേക്ഷകരുടെ സ്നേഹവും പ്രോത്സാഹനവും. പലപ്പോഴും അവാർഡ് ദാന ചടങ്ങിൽ മാറ്റി നിർത്തിയ ഒരു നടനുണ്ട്. അഭിനയത്തിന്റെ കൊടുമുടിയിലെത്തി നമ്മളെയെല്ലാം വിസ്മയിപ്പിച്ച അതുല്യ നടൻ. നമ്മളെയെല്ലാം ഒന്നടങ്കം കണ്ണീരിന്റെ ആഴക്കടലിലാക്കി വിട്ടുപിരിഞ്ഞു പോയ ഒരു നടനുണ്ട്.